കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങളാണ് പലപ്പോഴും നേരിടേണ്ടി വരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനായിട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് കഴിക്കും, ചില പൂജകളൊക്കെ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ ധാരാളം തടസ്സങ്ങളാണ്. ഒരു നാമജപത്തിന് പോലും തടസ്സങ്ങളാണ്. ക്ഷേത്രത്തിൽ പോകാനായിട്ട് തടസ്സങ്ങളാണ്. നമ്മൾ കുട്ടികൾ ചിലർ നന്നായിട്ട് പഠിക്കും, പക്ഷേ അവരാഗ്രഹിക്കുന്ന ഒരു വിജയം പലപ്പോഴും ലഭിക്കുകയുമില്ല. അതുപോലെ നമ്മൾ ജോലി ചെയ്യും, നന്നായി ജോലി ചെയ്യും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണം? അതായത് ഒരു വിജയം അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് വരുന്നതിന് ചില തടസ്സങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട്, ചില ബ്ലോക്സ്. ആ തടസ്സങ്ങൾ നമുക്കെങ്ങനെ മറികടക്കാൻ സാധിക്കും? അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. അവരുടെ എല്ലാ സമയവും, അതായത് അവരുടെ ജാതകത്തിലുള്ള എല്ലാ ഗ്രഹസ്ഥിതികളും നന്നായിരിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്താലും വിജയിക്കും. പക്ഷേ നമ്മൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്താലും അതെല്ലാം പരാജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതാണ് പൊതുവെ നമ്മളെപ്പോഴും കാണുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ നമ്മൾ പറയും, അവൻ്റെ സമയം നന്നായി, ഇപ്പോൾ അവന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്, തൊട്ടതെല്ലാം പൊന്നാകുന്നു, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ തടസ്സങ്ങളെല്ലാം മാറി ഇപ്പോൾ അനുകൂല സ്ഥിതി ആയിരിക്കുന്നു. നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു അനുകൂല സ്ഥിതി അത് പ്രകൃതി തരുന്ന സമയം വരെ കാത്തിരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് കുറേയൊക്കെ ആ ബ്ലോക്സ് നീക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമുക്കതിന് സാധിക്കുമെന്ന് നമ്മളെ മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആദ്യം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം, നമുക്ക് നന്നായി ജോലി ചെയ്യാൻ സാധിക്കും, ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, എത്ര തന്നെ തടസ്സങ്ങൾ ഉണ്ടായാലും നാമജപം അത് മുടക്കാതിരിക്കുക. പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും, പക്ഷേ ഒരു ബോധപൂർവമായ ഒരു ശ്രമം കൊണ്ട് അതിനെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം. നമ്മൾ തന്നെ വിചാരിക്കണം, ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോൾ കണ്ടോ, നമ്മൾ ശരിയായ പാതയിലേക്കാണ് പോകുന്നത്, പക്ഷേ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ചില ശത്രുക്കൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നമ്മൾ ആ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ വീണു പോകില്ല, പരാജയപ്പെടില്ല, നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. എനിക്ക് ജീവിക്കണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ആ ഒരു ഉറച്ച മനസ്സോടുകൂടി മുമ്പോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ശരിയായിരിക്കണം. അതായത് നമുക്കിപ്പോൾ പനിയായിരിക്കുന്ന ആൾ എന്ത് ചെയ്യുക? പനിയുടെ മരുന്ന് കഴിക്കുക. അല്ലാതെ വയറുവേദനയുടെ മരുന്ന് കഴിച്ചതുകൊണ്ട് പനി മാറുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനകളും പൂജകളും. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരോ പൂജകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നതിനായിട്ട് നമ്മൾ ഓരോരോ ദേവതകളെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട്, നമുക്ക് ഒരു ജോലി ലഭിക്കുന്നില്ല, വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് ഉണ്ട് എന്ന് കരുതുക. അവൻ്റെ നാള് ഏതാണ്, അല്ലെങ്കിൽ അവൻ ഏത് ഗണത്തിൽപ്പെട്ടവനാണ് എന്നുള്ളത് ആദ്യം ഒന്ന് ചിന്തിക്കണം. അസുരഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായും ശൈവ വിശ്വാസ രീതിയിലുള്ള പൂജകൾ ചെയ്യണം.
എന്നാൽ ദേവഗണത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായും മഹാവിഷ്ണു പ്രീതി നടത്തിയിരിക്കണം. പിന്നെ ഒരു വിഭാഗമാണ് മനുഷ്യഗണം. അവർ അതാത് സമയത്ത് അവർക്ക് ഏത് ആവശ്യമാണോ അവരുടെ മുമ്പിലുള്ളത് ആ ആവശ്യമനുസരിച്ചിട്ട് അവർക്ക് അസുര വിഭാഗത്തിൽ ഉള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന ശൈവവിശ്വാസം അനുസരിച്ചിട്ടുള്ള പൂജാരീതികളോ ദേവഗണത്തിൽപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പൂജാ സമ്പ്രദായങ്ങളോ പിന്തുടരാവുന്നതാണ്. അവരുടെ ഇഷ്ടം, അവർക്ക് ഓപ്ഷനുണ്ട്. പക്ഷേ അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും ശൈവവിശ്വാസ രീതിയിലുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുക തന്നെ ചെയ്യണം. അവർക്ക് ചിലപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതായിരിക്കാം ഏറ്റവും ഇഷ്ടം. അതായത് അസുരഗണത്തിൽപ്പെട്ട ഒരാൾ, അവർ വളരെ കൃഷ്ണഭക്തരായിരിക്കാം. നല്ലത്, അത് ഏറ്റവും നല്ലത്. അവരെപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ കൂട്ടത്തിൽ അവർ നിർബന്ധമായും അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ നിർബന്ധമായും പോയിരിക്കണം. മമ്മിയൂര് ഗുരുവായൂർ പോകുന്ന അസുരഗണത്തിൽപ്പെട്ട ആളുകൾ മമ്മിയൂര് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. എന്നാൽ ദേവഗണത്തിൽപ്പെട്ട ആളുകളോ മനുഷ്യഗണത്തിൽപ്പെട്ട ആളുകളോ അവിടെ നിന്നുകൊണ്ട് മഹാദേവ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ പോകണം, തെറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും മഹാദേവ പ്രീതി, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി ഇവയൊക്കെ നിർബന്ധമായും വരുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. മഹാബലി അസുരനായിരുന്നു. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. പക്ഷേ ദേവന്മാരുടെ ഒരു കാര്യം വന്നപ്പോൾ മഹാവിഷ്ണു ആരുടെ കൂടെയാണ് നിന്നത്? മഹാബലിയുടെ കൂടെയല്ല. ദേവന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ തൻ്റെ പരമഭക്തനായതുകൊണ്ട് മഹാബലിക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം കൂടി അദ്ദേഹം നൽകി. അതാണ് അസുരവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഭൗതികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ശൈവവിശ്വാസ രീതിയിലുള്ള പ്രാർത്ഥനകൾ കൂടി ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സാധാരണ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര തന്നെ മഹാവിഷ്ണുവിനെ ഇഷ്ടമാണെങ്കിലും ഗുരുവായൂരപ്പനെ ഇഷ്ടമാണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കാം. നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കാം. പക്ഷേ ആ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മുടങ്ങാതെ ചെയ്യണം. കാരണം മരുന്ന് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? ഒരു അസുഖം വരുമ്പോൾ ആ അസുഖത്തിനുള്ള മരുന്ന് അത് കൃത്യമായി കണ്ടെത്തി നമ്മൾ കഴിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ അസുഖം മാറുകയുള്ളൂ. അല്ലാതെ നമുക്കിഷ്ടമുള്ള മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അസുഖം മാറണം എന്നില്ല. അതുപോലെ മകം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ നിർബന്ധമായും എന്തു ചെയ്യണം? പിതൃബലി ഇട്ടിരിക്കണം. കാരണം അവരുടെ ദേവത പിതൃക്കളാണ്. അങ്ങനെ വരുന്ന സമയത്ത് പിതൃബലി ഇടാത്ത ഒരു മകനക്ഷത്രക്കാരനും രക്ഷപ്പെടില്ല. ധാരാളം മകനക്ഷത്രക്കാർ പറയും എന്നും ദുഃഖമാണ് എന്ന്. എന്തുകൊണ്ടാണ്? അവർ ബലിയിടുന്നില്ല. പിതൃപൂജ, പിതൃക്കളുടെ ആ ഒരു തൃപ്തി അതവർ വരുത്തുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ്
ഇങ്ങനെ പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ ബലിയിടും എന്നുള്ളത്. അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ ബലിയിടണ്ട. പക്ഷേ അതിനു മുമ്പുള്ള തലമുറകളുണ്ട്. അപ്പൂപ്പനുണ്ട്, അമ്മുമ്മയുണ്ട്, അങ്ങനെ ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നിർബന്ധമായും നിങ്ങൾ ബലി ഇട്ടിരിക്കണം. അങ്ങനെ ഇട്ടാൽ മാത്രമേ, പിതൃപൂജ കൃത്യമായി ചെയ്താൽ മാത്രമേ പിതൃക്കളുടെ അനുഗ്രഹം മകം നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർ നിർബന്ധമായും എന്തു ചെയ്യണം? സുബ്രഹ്മണ്യ പ്രീതി വരുത്തിയിരിക്കണം. വർഷത്തിലൊരിക്കൽ എന്തു ചെയ്യണം? പഴനിയിലെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരും നിർബന്ധമായും ചെയ്യേണ്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ഗൃഹനിലയിൽ നമ്മൾ നോക്കുക, നമ്മുടെ ഗണം എന്താണ്, നമ്മുടെ പക്ഷികൾ ഏതാണ്, നമ്മുടെ വൃക്ഷങ്ങൾ ഏതാണ്, നമ്മുടെ ദേവതകൾ ഏതാണ് എന്ന് നോക്കുക. ആ ദേവതകൾ, ഏത് ദേവതയാണോ നമ്മുടെ ജാതകത്തിലുള്ളത്, അതായത് നമ്മുടെ നക്ഷത്രം അനുസരിച്ചിട്ടുള്ളത്, ആ ദേവതയെ കൃത്യമായും നമ്മൾ എന്തു ചെയ്യണം? പ്രീതിപ്പെടുത്തണം. ഞാനിപ്പോൾ ഓരോ നക്ഷത്രങ്ങളുടെ ദേവതയല്ല പറഞ്ഞത്. ഇവിടെ നമ്മുടെ മനുഷ്യഗണം, അസുരഗണം, ദേവഗണം എന്ന രീതിയിൽ മനുഷ്യനെ തിരിച്ചിട്ട് ഓരോ ഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസമുണ്ടാകണം. എനിക്കിത് സാധിച്ചെടുക്കുവാൻ സാധിക്കും, എൻ്റെ ആഗ്രഹം ഞാൻ നേടും, എനിക്കതിന് സാധിക്കും, ഭഗവാൻ എന്നെ രക്ഷിക്കും. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒരു കുട്ടി നടന്നു തുടങ്ങുമ്പോൾ പല തവണ അത് വീഴും. പക്ഷെ എന്നിട്ടും അതെന്തു ചെയ്യും? ആ വീഴ്ചയൊക്കെ അങ്ങ് മറന്നിട്ട് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവസാനം ഓടാൻ തുടങ്ങുകയും ചെയ്യും, ഇല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യേണ്ടത്. ധാരാളം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകും. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും വിജയം. നമുക്ക് തോന്നുകയാണ് വലിയ വലിയ ആളുകൾക്ക്, അതായത് വലിയ ധനം ഒക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളുകൾ, അവരെപ്പോഴും സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്ന്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളോട് പറയുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ വിജയിച്ചത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പലപ്പോഴും നമുക്ക് അറിയാതെയും വരുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അല്ലേ? പലപ്പോഴും നമുക്ക് ആഗ്രഹം കാണും മുമ്പോട്ട് പോകണമെന്ന്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുമെന്നുള്ള ആഗ്രഹം നമുക്ക് കാണും. പക്ഷേ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല മുമ്പോട്ട് ജീവിക്കാനായിട്ട്. അവരിങ്ങനെ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. എന്തിനു പറയുന്നു? ഒന്ന് നാമം ജപിക്കാൻ പോലും സമ്മതിക്കുകയില്ല. അതാണ് ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളങ്ങ് ശ്രമിക്കുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ വല്ലാതെ ആരെങ്കിലും മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് അവഗണിക്കണം. ചിലപ്പോൾ ശരീരം കൊണ്ട് നമുക്ക് അകന്നു നിൽക്കാൻ സാധിക്കുകയില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവരുടെ ഇത്തരത്തിലുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അങ്ങ് അവഗണിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്തൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കണമെങ്കിൽ എനിക്കിതിന് സാധിക്കുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി, അതായത് രണ്ടു തരത്തിലുള്ള മനസ്സുണ്ടാകരുത്, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി നാമം ജപിക്കുക. ഒരു മൺചിരാതിൽ
അല്പം കടുകെണ്ണ നമുക്ക് ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. കടുകെണ്ണ മേടിച്ചിട്ട് ആ കടുകെണ്ണ ഒരു മൺചിരാതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ല മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കി നിങ്ങൾ വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന തിരി ആ മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് കുറച്ച് സമയം അത് പുറത്ത് വെച്ച് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെ ഉണക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള തിരിയായിട്ട് കിട്ടും. അതല്ലെങ്കിൽ തിരിത്തുണിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ സമയം മഞ്ഞൾ കലക്കിയ വെള്ളത്തിനകത്ത് അത് മുക്കി വെച്ചിട്ട് നന്നായിട്ട് ആ തുണി ഉണക്കി പിന്നീടത് തിരിയായിട്ട് തെറുത്തെടുക്കാം. എന്തായാലും ഈ മഞ്ഞൾ മുക്കിയ തിരി അത് കടുകെണ്ണയിലെ വിളക്കിലേക്ക്, അതായത് കടുകെണ്ണ ഒഴിച്ച ആ മൺചിരാതിലേക്ക് ആ തിരിയിട്ട് നിങ്ങൾ ഒരു ദീപം തെളിയിച്ചാൽ മതി. അല്ലാതെ 5 ദീപം ഒന്നും അല്ലെങ്കിൽ 9 ദീപം ഒന്നും തെളിയിക്കേണ്ടെന്ന ആവശ്യമില്ല. തെളിയിക്കുന്നെങ്കിൽ നല്ലത്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ദീപം, ഒരു മൺചിരാത് തെളിയിച്ചിട്ട് അതിരാവിലെ 3:30 മണി, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 3:30 മണി. ആ 3:30 മണി എന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ ടൈം, വളരെ വളരെ ശക്തിയുള്ള സമയമാണ്. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ഉത്തമമായ സമയമാണ് ആ 3:30 മണിക്ക്. അതായത് ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് തൊഴുന്നില്ലേ? എന്തുകൊണ്ടാണ്? നിർമാല്യം തൊഴുമ്പോൾ ഇത്രയും ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള സമയമാണ്. അതായത് ആ 3:30 മണി, 3 മണിയാകുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുക. അതല്ലെങ്കിൽ നന്നായിട്ട് പല്ലൊക്കെ തേച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി തലേ ദിവസം ഇട്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം, അതായത് കിടന്നുറങ്ങാൻ പോയപ്പോൾ ഇട്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളെല്ലാം തന്നെ മാറ്റി ശരീരം ഒന്ന് ശുദ്ധിയാക്കി. അതായത് തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കേണ്ട, പക്ഷേ ശരീരം, കൈയും കാലും മുഖവും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ മാറ്റി വൃത്തിയായി ഒരു ശുദ്ധിയായിട്ട് ആ സമയത്ത് ഇരുന്ന് ഒന്ന് നാമം ജപിച്ചു നോക്കൂ. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ 3:30 മണിക്കും 5:30 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. പക്ഷെ കഴിയുന്നതും ഒരേ സമയത്ത് ജപിക്കാനായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു 48 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ തടസ്സങ്ങളുള്ള ആളുകളെ 48 ദിവസം വരെ ജപിക്കേണ്ടുന്ന ആവശ്യമുള്ളൂ. അതല്ല, ചെറിയ ചെറിയ തടസ്സങ്ങളെ നിങ്ങളുടെ മുമ്പിലുള്ളൂ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞഴിഞ്ഞ് വരും. കടുകെണ്ണ ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഏറ്റവും ഉത്തമമായ ഈ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു എണ്ണയാണ് കടുകെണ്ണ ഉപയോഗിച്ചിട്ട് മഞ്ഞത്തിരിയിട്ട വിളക്ക് ഒന്ന് തെളിയിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതേ ദീപം നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് തെളിയിച്ചിട്ട്, അതായത് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നു, നിലവിളക്ക്, ആ കൂട്ടത്തിൽ ഒരു ദീപം കൂടി, ഒരു മൺചിരാത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ദീപം കൂടി കൊളുത്തി നിങ്ങൾ സന്ധ്യാസമയത്ത് ഒന്നിരുന്ന് നാമം ജപിച്ചു നോക്കൂ. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ലോകത്ത് മറ്റാരെക്കൊണ്ടും സാധിക്കുകയില്ല. ഉപദേശങ്ങൾ നൽകാൻ മാത്രമേ എല്ലാവരെ കൊണ്ടും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കാണണം. മറ്റാരും കാണില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകം തന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ കർമ്മം അനുഷ്ഠിക്കുന്നു. ഈ കർമ്മം അനുഷ്ഠിക്കുന്ന കാര്യം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള മറ്റാളുകളോട് അധികം വിസ്തരിക്കാനായിട്ട് പോകണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ആളുകൾ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ചിലപ്പോൾ വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങളോട് പറയുകയും ചെയ്യും. കുറ്റപ്പെടുത്തും, കളിയാക്കും. അത് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരും. അതുകൊണ്ട് കഴിയുന്നതും
നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ വിളക്ക് തെളിയിക്കുന്നുണ്ട്, നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്ന വിളക്ക് തെളിയിക്കുന്നു, ഇങ്ങനെയൊന്നും അധികം വിസ്തരിക്കാനായിട്ട് നിൽക്കേണ്ട. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന നിലയിലേക്ക് അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ലതാണ് ഇങ്ങനെ ഒരു വിളക്ക് തെളിയിക്കുന്നത്, അത്രമാത്രം പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചു പോയാൽ മതി. മറ്റുള്ള ബന്ധുക്കളോടൊക്കെ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ അവരെയൊക്കെ കാണുമ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ഈ രീതിയിലുള്ള വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ അവർ കാണാതെ മറ്റേതെങ്കിലും ഒരു മുറിയിലിരുന്നിട്ട്, വളരെ ശുദ്ധമായി ഇരിക്കുന്ന ഒരു മുറിയിലിരുന്നിട്ട്, അതിരാവിലെ അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പാണെങ്കിൽ അപ്പോഴാണ് അതിരാവിലെ എഴുന്നേറ്റ് വരുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മായിയമ്മയെ പോലെ അല്ലെങ്കിൽ മരുമോളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകൾ ഇങ്ങനെ നമ്മളോട് വളരെ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവരാരും അറിയാതെ ഇങ്ങനെയൊന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചോളൂ. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം അവരൊക്കെ അറിയുന്നത് കൊണ്ട് ദോഷമുണ്ട് എന്നുള്ളതല്ല. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം, നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് മറ്റൊരാൾ ഒരു നെഗറ്റീവായിട്ടുള്ള വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും. അതല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആ വിളക്കിനെ ഒന്നും ബാധിക്കുകയില്ല, ആ ദേവചൈതന്യത്തിന് ഒന്നും ബാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും. ആ ഒരു ദേഷ്യത്തോടു കൂടി, ആ ഒരു ഈർഷ്യയോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളോട് ഈ കാര്യങ്ങളൊന്നും അധികം പറയാനായിട്ട് പോകണ്ട എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോട് തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഭർത്താവ് എന്ത് ചെയ്യും? ഓഫീസിലുള്ള അവരുടെ മറ്റു കൂട്ടുകാരോടൊക്കെ ചെന്നിരുന്ന് പറയും. അവർ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് പറയും. അവർ ചിലപ്പോൾ നമ്മളെ കാണുമ്പം ചോദിക്കും, അല്ലെങ്കിൽ മറ്റു വല്ല ആളുകളോടുമൊക്കെ പറയും. അപ്പോൾ എന്തിനാണ്? അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമുക്കാണ് അറിയാവുന്നത്. അതനുസരിച്ചിട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ മാത്രം അറിഞ്ഞ് നമ്മളും ഈശ്വരനും മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനായി അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിക്കണം. കാരണം എന്തു കാര്യവും നേടിയെടുക്കുന്നതിനായിട്ട് നമ്മുടെ മനസ്സാണ് ആദ്യമായി ശരിയാകേണ്ടത്. അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത തവണ കടയിൽ പോകുമ്പോൾ നിങ്ങൾ ആ കടുകെണ്ണ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഒരു മൺചിരാത് മേടിക്കുക. എന്നിട്ട് ആ കടുകെണ്ണയിൽ മൺചിരാത് ആ മഞ്ഞ നിറത്തിലുള്ള തിരിയിട്ട് കത്തിക്കുക. അങ്ങനെ ആ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുകയും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ അത് അഴിഞ്ഞഴിഞ്ഞ് പോവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആദ്യമായി വേണ്ടത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. വിശ്വാസമാണ് ഏറ്റവും അധികമായി നമുക്ക് വേണ്ടത്. കാരണം വിശ്വാസമില്ലാതെ രണ്ട് മനസ്സോടുകൂടി നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് വിജയിക്കുകയില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സന്തോഷത്തോടു കൂടി ഒരു ദോശ നമ്മൾ ചുടുന്നുണ്ടെങ്കിൽ ആ ദോശ ഏറ്റവും മനോഹരമായി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കിഷ്ടമില്ലാതെ നമ്മൾ അശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ദൈവമേ ഇത് ശരിയാകുമോ, എന്തിനാണ് ഈ ദോശയൊക്കെ വെറുതെ ചുടുന്നത്, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, ചുട്ടതുകൊണ്ട് ഈ കൊച്ചു തിന്നത്തുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ദോശ ചുടുമ്പോൾ ആ ദോശയ്ക്ക് അത്ര ഒരു ഭംഗിയോ രുചിയോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ദോശ ചുടുമ്പോൾ ആ ദോശ നല്ല സുന്ദരി ദോശയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് അധികം വിസ്തരിക്കാതിരിക്കുക. അതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ദോഷം അതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യും. എങ്കിലേ നമുക്കൊരു സമാധാനം വരികയുള്ളൂ. അത് ആ ശീലമൊന്ന് ഒഴിവാക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക.
പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.